ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരള SSLC റിസൾട്ട് 2025 ഇന്ന് കേരള ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ 4,26,697 വിദ്യാർത്ഥികളാണ് ഈ ഒരു പരീക്ഷ എഴുതിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറ് ഇത് പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ THSLC, AHSLC ഫലങ്ങളും ഇതിനോടൊപ്പം പ്രഖ്യാപിക്കുമെന്ന് വാർത്താക്കുറിപ്പിൽ കേരള ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. 4 മുതൽ നമുക്ക് ഈ ഒരു ഫലങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ മൊബൈൽ ആപ്ലിക്കേഷനും ഇതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഏതെല്ലാം വെബ്സൈറ്റിലൂടെയാണ് ഈ ഒരു ഫലം നമുക്ക് അറിയാനായിട്ട് സാധിക്കുക, അതോടൊപ്പം തന്നെ ഏതെല്ലാം മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നതെന്നാണ് നമ്മളൊന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന വെബ്സൈറ്റ് https://parishabhavan.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. നമ്മുടെ പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് ഇത് അറിയാനായിട്ട് സാധിക്കും. കേരള SSLC റിസൾട്ട് 2025. ഇതുകൂടാതെ kbpe.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാലും result.digitallocker.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയും SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയും prd.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയും results.kerala.gov.in, examresult.kerala.gov.in, result.kite.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയും നമുക്ക് SSLC റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും വൈകിട്ട് 4 മണി മുതൽ. ഇതുകൂടാതെ കേരള ഗവൺമെൻറ് സജ്ജീകരിച്ചിരിക്കുന്ന 2 മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലൊന്ന് PRD ലൈവ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൈറ്റിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള സഫലം 2025 എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമ്മൾ സന്ദർശിച്ചിട്ട് സഫലം എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ കൈറ്റിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് SSLC റിസൾട്ട് കാണാനായിട്ട് രജിസ്റ്റർ നമ്പറും അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്തും അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുക. 4 മണി മുതൽ നമുക്ക് ഇതിലൂടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ റിസൾട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കളുടെയൊക്കെ മൊബൈലിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാൻ പറയുക. കൃത്യമായിട്ട് 4 മണിയാകുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് അറിയാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്ന വെബ്സൈറ്റുകളെല്ലാം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ആ ഒരു സമയത്ത് നമുക്ക് സൈറ്റൊക്കെ ചിലപ്പോൾ ബിസി ആണെങ്കിൽ ഇത് ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ഇന്ന് കേരള SSLC റിസൾട്ട് വരികയാണ്. ആ ഒരു റിസൾട്ട് എങ്ങനെയെല്ലാം അറിയാമെന്നാണ് നമ്മളിവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ ഒരു റിസൾട്ടിൽ വിജയം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു.